അങ്ങനെ 10 ദിവസത്തെ ഈദ് ഹോളിഡേയ്സ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ബാക്ക് ടു റൂട്ടീനിലേക്ക് വരികയാണ്. അത്യാവശ്യം ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. മാത്രമല്ല ഞാൻ സൂംബ സ്റ്റോപ്പ് ചെയ്തിട്ട് തൽക്കാലം ജിമ്മിലേക്ക് ജോയിൻ ചെയ്യാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തലേദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാത്രിത്തേക്കുള്ള ഡിന്നറും അതുപോലെ രാവിലെ കൊടുത്തു വിടാനുള്ള ഫുഡൊക്കെ അറ്റ് എ ടൈം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുക്കുംബറും ചിക്കനും മാങ്ങയൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിത്തെ ഡിന്നർ. അതേപോലെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസും വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവുമല്ലോ. അങ്ങനെ രാവിലെ തന്നെ പാസ്തയും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തെടുത്തു. മസാലയും വൈറ്റ് സോസും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. ഇത് ലഞ്ച് ബോക്സ് പാക്കിംഗ് പരിപാടികളിലേക്കാണ് കേട്ടോ. കുറച്ച് കുക്കുംബർ ഉണ്ടായിരുന്നു, അതും മുന്തിരിയൊക്കെ ആയിരുന്നു കേട്ടോ സ്നാക്സ് ആയിട്ട്. അതേപോലെ പാസ്തയൊക്കെ ഒന്ന് സെറ്റാക്കി. അത് തന്നെയാണ് കേട്ടോ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തതും. ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കോൾഡ് കോഫി. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ടു ഡേ 1 ഓഫ് മൈ 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ ഇന്ന് തുടങ്ങി ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ തന്നെ 2 എഗ് ബുൾസേ ഒക്കെ കഴിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആളുണ്ട്. ആസിം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കുന്നത്. ഇനി അവൻ്റെ സ്കൂളും കാര്യങ്ങളും സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നുള്ളതാണ് പ്ലാനിങ്. അപ്പോൾ ഇക്കാക്ക് ലഞ്ച് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. റൈസും ബ്രൊക്കോളിയും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാം.